ആക്ച്വലി യന്ത്രം കഴിഞ്ഞ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എഴുത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള സിനിമ എടുത്താൽ മതി. കാരണം ആ സമയത്ത് ഇറ്റ് വാസ് ഫിനാൻഷ്യലി സെക്യൂർ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അച്ഛൻ്റെ തിരക്കഥയ്ക്ക് ഒരുപാട് ഡിമാൻഡ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അന്നൊക്കെ ചെറുപ്പക്കാരായ ടി കെ രാജീവ് കുമാറിനെ പോലെയുള്ള ആളുകൾ, സിബി മലയിലിനെ പോലുള്ള ആളുകൾ വന്ന് ചോദിക്കുകയായിരുന്നു. ഡെന്നീസ് ജോസഫിനെ പോലുള്ള ആളുകൾ ഒക്കെ അവർ തിരക്കഥ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തത്. പിന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കളായ ഭരതനെയും ഐ വി ശശിയൊക്കെ പോലുള്ളത്. അപ്പോൾ അത് അന്ന് തന്നെ അച്ഛൻ വാസ് ഹൈലി പേ. അച്ഛൻ പറയുന്നത് എന്തിനായി ടെൻഷൻ എടുക്കുന്നത്, ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പണ്ട് സിനിമ എടുത്ത പോലെ, അതായത് ഇപ്പം ഫയൽവാനും പെരുവിഴമ്പലും ഒക്കെ ഉള്ള പടങ്ങൾ എടുത്താൽ മതി. മറ്റേത് ജീവിക്കാൻ വേറെ എഴുതി കൊടുക്കാമല്ലോ. കൂടുതൽ മോർ ഇൻ ടു ലിറ്ററേച്ചർ എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഒരു അവസാനത്തെ ഒരു ആഗ്രഹം. അതായിരുന്നു. കാരണം ആ സമയത്ത് മരിക്കുന്നതിൻ്റെ തലേ വർഷം എഴുതിയ 2 നോവലുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. മഞ്ഞുകാലം നോട്ടകുതിരയും പ്രതിമയും രാജവും. പ്രതിമയും രാജകുമാരി ആ വർഷത്തെ ഏറ്റവും നല്ല നോവൽ എന്ന് KP അപ്പൻ സാറ് അന്നെടുത്ത് പരാമർശിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 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 എന്താ പറയേണ്ട ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മോർ ഇൻ ടു ലിറ്ററേച്ചർ എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഐഡിയ. അമ്മ പറഞ്ഞ പോലെ ചിലപ്പം സിനിമയും എടുക്കില്ലായിരിക്കും, ഒരുപക്ഷെ എഴുതുമായിരിക്കാം.